നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ചെയ്തായിരുന്നു, അതായത് നമ്മൾ സെറത്തിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ സ്കിന്നിലെങ്കിൽ നമുക്ക് ഈ ഒരു സെറം യൂസ് ചെയ്യാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് സെറം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടും ആർക്കൊക്കെ എന്തൊക്കെ സെറം യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടും ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു പോയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളങ്ങനെ എല്ലാവർക്കും കണ്ണിൽ കണ്ട സെറം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പെട്ടെന്ന് ഒരു സെറം പോയി വാങ്ങി യൂസ് ചെയ്യാമോ എന്നുള്ള കുറേ ഡൗട്ട്സ് കുറേ പേർക്കാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് നിയാസിനമൈഡ് സെറമാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നിയാസിനമൈഡ് സെറം ആർക്കൊക്കെ യൂസ് ചെയ്യാം, ആർക്കൊക്കെ യൂസ് ചെയ്തുകൂടെ, എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എന്തിൻ്റെയൊക്കെ കൂടെ അത് കമ്പൈൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഇന്ന്. അപ്പോൾ നിയാസിനമൈഡ് സെറം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നന്നായിട്ട് ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നിയാസിനമൈഡ് സെറം. മെയിൻലി ഇതൊരു ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നിനാണ് ഏറ്റവും നല്ലത്. പക്ഷേ പിമ്പിൾസ് ഉള്ള ടൈമിൽ, അതായത് ആക്റ്റീവ് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അധികം അങ്ങോട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ നിയാസിനമൈഡ് സെറം എന്ന് പറയുന്നത് വൈറ്റമിൻ B3 ആണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്കിത് പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഡാർക്ക് സ്പോട്ടൊക്കെ ഒരു പൊടിക്ക് അത് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് സ്പോട്ട് മാറ്റാനായിട്ട് ഏറ്റവും നല്ല സെറം ഇതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡാർക്ക് സ്പോട്ടിനും നല്ലതാണ് കേട്ടോ. അതായത് നമ്മൾ നിയാസിനമൈഡ് സെറത്തിനകത്ത് തന്നെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഉള്ളത്, അതായത് വേറെ കുറേ സെറംസ് ആക്റ്റീവ്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ളതൊക്കെ നമ്മുടെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിയാസിനമൈഡ് ബ്ലാക്ക് സ്പോട്ട് മാറാൻ നല്ലതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ നിയാസിനമൈഡിൻ്റെ കൂടെ തന്നെ കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ അങ്ങനെ മിക്സപ്പ് ആയിട്ട് വരുന്ന ഒരു സെറം വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡാർക്ക് സ്പോട്ടിന് അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നിയാസിനമൈഡ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട് പോകാനായിരിക്കും കേട്ടോ. അല്ല, ഡാർക്ക് സ്പോട്ട് അല്ല കേട്ടോ, നമ്മുടെ ഈ ഓപ്പൺ പോർസ് ഉണ്ടല്ലോ അത് പോകാനായിട്ടായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാലും ആർക്കൊക്കെയാണ് നിയാസിനമൈഡ് സെറം യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ പിമ്പിൾ വന്നിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ആക്നെ മാർക്സും അതേപോലെ തന്നെ ഈ ഓപ്പൺ പോർസും കാണും. അപ്പോൾ അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും ഇത് യൂസ് ചെയ്യുക. പിന്നെ ചിലർക്ക് ഈ ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ട്, അതായത് കറക്റ്റായിട്ട് വെള്ളമൊന്നും കുടിക്കില്ല, അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഈ ചർമ്മത്തിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഈ സുഷിരം പോലെയൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണ് എങ്കിൽ നിങ്ങൾക്കിപ്പം പെട്ടെന്ന് ഇത് എടുത്ത് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. അതായത് നിയാസിനമൈഡ് എന്ന് പറയുന്ന ഈ കോൺസെൻട്രേറ്റ് ഒക്കെ ചിലർക്കൊക്കെ നല്ല രീതിയിൽ അലർജിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു നിയാസിനമൈഡ് സെറം വാങ്ങാം. അതായത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരു 2% അല്ലെങ്കിൽ 5% മാക്സിമം വരുന്നത് മാത്രം വാങ്ങുക. ഇത് 10% ഒക്കെ ഉണ്ട്, പക്ഷെ 10% ഒന്നും വാങ്ങാൻ നിൽക്കരുത് കേട്ടോ ബിഗിനേഴ്സിന്. അതായത് നമ്മുടെ മനസ്സിലൊക്കെ തോന്നാറുണ്ടല്ലേ 10% ഒക്കെ ഉണ്ട്, അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല, നമ്മുടെ സെറത്തിൻ്റെയൊക്കെ കാര്യത്തിൽ 10% ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് ഫസ്റ്റ് ഡേ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുഖത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ സെറത്തിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഏറ്റവും ബിഗിനേഴ്സിന് കോൺസെൻട്രേറ്റ് കുറഞ്ഞിട്ടുള്ള സെറംസ് വാങ്ങി യൂസ് ചെയ്യുകയായിരിക്കും ആദ്യം വേണ്ടത്. അപ്പോൾ ചാടിപ്പോയി ഒരു നിയാസിനമൈഡ് ഏതെങ്കിലും ഒന്ന് വാങ്ങി യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ അർത്ഥം. അപ്പം നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഒരു 5% അല്ലെങ്കിൽ 2% ഒക്കെ ഉള്ളൂ നിയാസിനമൈഡ് സെറം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ വാങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് നടത്തുക കേട്ടോ. അതായത് നമ്മുടെ ഈ കഴുത്തിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ജസ്റ്റ് ഒരു 2 ദിവസം കുറേശ്ശെ അപ്ലൈ ചെയ്ത് നോക്കുക. വലിയ ഇറിറ്റേഷൻ ഒന്നുമില്ല, റെഡ്നെസ് ഒന്നുമില്ല, ചൊറിച്ചിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നമുക്ക് നിയാസിനമൈഡ് സെറം ഡേ ടൈമിലോ നൈറ്റ് ടൈമിലോ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങളൊരു നൈറ്റ് ടൈമിൽ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു 2 ദിവസം മാത്രം ഒരു 2-3 ഡ്രോപ്പ് എടുത്ത് മുഖത്തൊന്ന് ഇട്ട് നോക്കുക. പ്രശ്നമൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ അധികം പിമ്പിൾസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആണ്. പിന്നെ പയ്യെ ഒരു 2ാമത്തെ ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡേയോ നൈറ്റോ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പ്രശ്നമില്ല. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ ആദ്യത്തെ വട്ടം ഇട്ട് കഴിഞ്ഞ് 2ാമത്തെ ദിവസം പിമ്പിൾസ് വരുന്നു എന്ന് കാണുകയാണെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി എത്ര നല്ല സെറം, ഇനി എത്ര നല്ല കാര്യമെന്ന് പറഞ്ഞാലും നമുക്കത് അലർജി കാണുമെന്നാണ് അർത്ഥം. പിന്നീട് അത് യൂസ് ചെയ്യരുത്, അതായത് നമ്മൾ ചാടി കയറി ഇട്ട് കൊടുക്കരുത് കേട്ടോ. പിന്നെയും
അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ജസ്റ്റ് പർച്ചേസ് ചെയ്യുക. അത് ഓക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു 2 ദിവസം, ആഴ്ചയിൽ ഏതെങ്കിലും ഒരു 2 ദിവസം നൈറ്റ് മാത്രം ഒരു 1-2 ഡ്രോപ്പ് ഇട്ട് നോക്കുക. കുഴപ്പമില്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് അങ്ങോട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ നോർമൽ ഒരു നിയാസിനമൈഡ് സെറം യൂസ് ചെയ്യുന്ന ആളാണ്, കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് 1-2 ഒരു മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു 10% നിയാസിനമൈഡ് സെറം തന്നെ വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഡേയും നൈറ്റും നിങ്ങളത് യൂസ് ചെയ്യുക. ഇപ്പോൾ ഡേ ടൈമിലാണെങ്കിൽ എപ്പോഴും നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് നിയാസിനമൈഡ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വെറ്റായിട്ടിരിക്കുന്ന, അതായത് ചെറിയ ഒരു ഡാം സ്കിന്നിൽ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവായിട്ട് ഉള്ളിലോട്ട് പോകുന്നത് കേട്ടോ. അതായത് ഏതെങ്കിലും ഒരു ടോണർ നിങ്ങൾ ആദ്യം അടിക്കുക, അത് നന്നായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഈ സെറം ഇട്ട് കൊടുത്ത് അപ്ലൈ ചെയ്യുക. കാരണം നമ്മുടെ ടോണർ നമുക്കൊരു ബാരിയർ ആയിട്ടും കൂടി നമ്മുടെ സ്കിന്നിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമുക്ക് ഈ നയാസിനമൈഡ് സെറം വൈറ്റമിൻ സി സെറത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുമോ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ. വൈറ്റമിൻ സി സെറം നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാൻ ഹെൽപ്പ് ചെയ്യും, ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിയാസിനമൈഡ് അത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെയ്യും, പക്ഷേ ബെറ്റർ ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ വൈറ്റമിൻ സി സെറമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇടാം. വൈറ്റമിൻ സി സെറം ആദ്യം ഉപയോഗിക്കുക, അത് കഴിഞ്ഞിട്ട് നിയാസിനമൈഡ് സെറം യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിയാസിനമൈഡ് സെറം കുറച്ച് കോൺസെൻട്രേഷൻ അല്ലാണ്ട് ഒരു തിക്നെസ് ഉണ്ടല്ലോ, അതൊന്നും ഇച്ചിരി കുറവാണ് കേട്ടോ. വൈറ്റമിൻ സി സെറത്തിന് ഈ ആ ഒരു കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പം നമ്മൾ ആദ്യം അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നിയാസിനമൈഡ് സെറം ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നമുക്കിനി അടുത്തടുത്ത ഓരോ പാർട്ടായിട്ട് ഓരോ സെറത്തിനെ കുറിച്ച് പഠിച്ചു വരാം കേട്ടോ. അപ്പം ഉടനെ ചാടിക്കയറി എല്ലാ സെറംസും യൂസ് ചെയ്യരുത്. സെറം എന്ന് പറയുന്നത് കുറച്ച് ലൈറ്റൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്നൊരു കാര്യമാണ് എന്ന് കരുതി സെറംസ് അറിയാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് പണി കിട്ടും. നമ്മുടെ സ്കിന്നാണ്, ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കരുത്. അപ്പോൾ ഓരോന്നിനെ കുറിച്ചും നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് ഏതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.